നോ വൺ ഈസ് കമ്മിങ് ടു സേവ് യു. നിങ്ങളെ രക്ഷിക്കാനായിട്ട് ആരും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ പാരൻസ് ഉണ്ടാവില്ല, ടീച്ചേഴ്സ് ഉണ്ടാവില്ല, കൊളീഗ്സ് ഉണ്ടാവില്ല, ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. പക്ഷേ ഒരാളുണ്ടാവും, ഒരേ ഒരാൾ. ഇൻ ദിസ് വേൾഡ് ദർ ഈസ് ഓൺലി വൺ പേഴ്സൺ ദാറ്റ് ക്യാൻ സേവ് യു ആൻഡ് ദാറ്റ് ഈസ് യു. അതായത് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ആദ്യം നിങ്ങളുടെ ലൈഫിനെ പുറകോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിലാദ്യത്തേത് നിങ്ങളുടെ കംഫർട്ട് സോണാണ്. യെസ്, നിങ്ങളുടെ കംഫർട്ട് സോൺ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നുണ്ടാവും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസേജ് കുറയ്ക്കണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളത് ചെയ്യില്ല. കാരണം എന്താ? അത് ചെയ്തിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കോൺസിക്വൻസസ് ഒന്നും ഉണ്ടാവില്ല. അതാണ് ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു സ്ലോ പോയിസൺ പോലെയാണ്, അല്ലേ? നിങ്ങളുടെ ഗോൾസ്, അംബീഷൻ, ഡ്രീംസ് ഇതിനൊക്കെ പതുക്കെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേൽക്കണം എന്ന് വിചാരിക്കാം. അലാറം അടിക്കുന്നു, പക്ഷെ നിങ്ങൾ എഴുന്നേൽക്കുന്നില്ല. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂടി കിടക്കാം, എന്നിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. കാരണം എന്താ? നിങ്ങൾ 6 മണിക്ക് അലാറം വെച്ചിട്ട് 6 മണിക്ക് എഴുന്നേറ്റിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. 6 ആയാലും കുഴപ്പമില്ല, 7 മണി ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ സിറ്റുവേഷൻ ഒന്ന് മാറ്റി നോക്കും. സപ്പോസ് നിങ്ങൾ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. 6 മണിക്ക് എഴുന്നേൽക്കണം. കറക്റ്റ് 6 മണിക്ക് അലാറം അടിച്ചു, പക്ഷേ 6 മണിയായിട്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 6:01 കറക്റ്റ് 6:01 വേറൊരു സോൾജിയർ വന്നിട്ട് നല്ല തണുത്ത വെള്ളം, ഒരു ബക്കറ്റ് നിറയെ തണുത്ത വെള്ളം നിങ്ങളുടെ മേത്ത് കൂടെ ഒഴിക്കുകയാണ്. ഇതാണ് റൂള്. അതാണ് നിങ്ങൾക്ക് കറക്റ്റ് 6 മണിക്ക് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന കോൺസിക്വൻസ്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയില്ല, അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം നിങ്ങളുടെ മേത്ത് കൂടെ ഒഴിക്കും. പക്ഷേ രണ്ടാമത്തെ ദിവസം നിങ്ങൾ കറക്റ്റ് 6 മണിക്ക് എഴുന്നേറ്റിരിക്കും. കാരണം എന്താ? അവിടെ ഒരു കോൺസിക്വൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ആ ഒരു കംഫർട്ട് സോൺ അവിടെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോബ്ലമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും നമ്മളുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ പുറത്തോട്ട് വരില്ല. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ലൈഫിലൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ മാറ്റേണ്ടത് ഈ ഒരു കംഫർട്ട് സോണാണ്. അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മളുടെ സൊസൈറ്റി പറയുന്ന ഒരു ചെറിയ ലൈ ആണ്. അതായത് ആളുകൾ പറയാറില്ലേ, എടാ വെയിറ്റ് ചെയ്യ്, എല്ലാം ശരിയാവും. വെയിറ്റ് ചെയ്യ്, ആ ഒരു വാക്കിലാണ് പ്രോബ്ലം ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് ഇതെൻ്റെ സമയത്തിൻ്റെ പ്രശ്നമാണ്, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് എൻ്റെ സമയം എത്തുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് കൈയും കെട്ടി നോക്കിക്കും. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ശരിയാവാൻ പോകുന്നില്ല ബ്രോ. നിങ്ങളിപ്പോൾ എവിടെയാണോ ആ ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ താഴോട്ട് മാത്രമേ പോവുള്ളൂ. അതിൻ്റെ മേലോട്ട് നിങ്ങൾ ഒരിക്കലും പോവില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഗ്രോത്ത് വേണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ ഡ്രീംസിനും ഗോൾസിനും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. അതാണ് ഈ വെയിറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം പഠിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തവർ, അവരൊക്കെ വലിയ വലിയ പൊസിഷനിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളപ്പോഴും ആദ്യം ഉണ്ടായിരുന്ന പൊസിഷൻ ഏതാണോ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അതിന് താഴോട്ട് പോകും. ഒരിക്കലും നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, എല്ലാം ശരിയാവും എന്ന് പറയുമ്പോൾ അതിൽ വിശ്വസിക്കുക, ഓക്കെ, ബട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വർക്ക് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യുക. റിസൾട്ട് കിട്ടാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ എൻ്റെ ഒരു കേസ് തന്നെ പറയാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ എടുക്കുകയാണെങ്കിൽ ഇനീഷ്യലി ഒരു 2-3 വർഷമൊക്കെ ഭയങ്കര ഹ്യൂമിലിയേഷൻ ആയിരുന്നു. അതായത് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ഫോളോവേഴ്സ് ഇല്ല, വ്യൂസ് ഇല്ല, ഒന്നുമില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന ആ ഒരു ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കലുകൾ, കുറേ അവഗണന, പരിഹാസം, ഇത് മാത്രമേ നമുക്ക് സംഭാവനയായിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു ടൈമിലും നമ്മൾ ആ ഒരു എഫേർട്ട് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാതെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ആകുമ്പോൾ സെറ്റാവും. അതിനുള്ളൊരു പ്രൂഫാണ് നമ്മളുടെ ഈ മോട്ടി ഫോക്കസ് എന്ന യൂട്യൂബ് ചാനൽ. 2-3 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ട് ഒന്നുമായില്ല. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് പോലും 2-3 വർഷത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷനിൽ നിന്ന് ഇപ്പോൾ 7.5 lakh സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ ഒരു പൊസിഷനിൽ എത്തിയത് ഞാൻ ആ ഒരു സമയത്തും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ ഒരു ബെസ്റ്റ് എഫേർട്ട് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് നന്നായിട്ട് കഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അത് തന്നെയാണ് നിങ്ങൾ ലൈഫിൽ ചെയ്യേണ്ടത്. അതിപ്പോൾ യൂട്യൂബ് ചാനൽ എന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡ്രീം ഉണ്ടാവും. അതിപ്പോൾ നല്ലൊരു കരിയർ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഗോളായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്,
നിങ്ങളത് അച്ചീവ് ചെയ്യുന്നത് വരെ ക്വിറ്റ് ചെയ്യരുത്, കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക, എഫേർട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വൺ ഡേ അത് സെറ്റാവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് നമ്മളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മളെ സേവ് ചെയ്യാനായിട്ട് ആരും വരില്ല എന്ന് പറഞ്ഞത്. നമ്മളിങ്ങനെ ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, എൻ്റെ പാരൻസ് വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും, അവരെന്നെ എന്താ പറയുക വലിയ നിലയിലാക്കും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൊളീഗ്സ്, ഇവരൊക്കെ, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ്, ഇവർ വന്നിട്ട് എന്നെ സെറ്റാക്കും, ഇവർ വന്നിട്ട് എന്നെ ഉയർത്തും എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു നിങ്ങൾ ചെയ്യുന്നൊരു ബിഗ് മിസ്റ്റേക്കാണ്. അതിന് നിൽക്കരുത്. നിങ്ങൾ മാക്സിമം കഴിവതും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിലും നിങ്ങളെടുക്കുന്ന എഫേർട്ടിലും വിശ്വാസം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതാണ് ശരിയായിട്ടുള്ള രീതി. ഇപ്പോൾ നമ്മളിങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ പാരൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഒരു ബേർഡൻ അല്ല, മറിച്ച് അതൊരു സൂപ്പർ പവറാണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ കൺട്രോൾ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ആരുടെയും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. യു ആർ ഇൻ കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. ദാറ്റ്സ് എ ബിഗ് സൂപ്പർ പവർ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ലൈഫ് അയാൾ പറയുന്ന പോലെ ആയിരിക്കും പോവുക, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ പറയുന്ന പോലെ ആയിരിക്കും നമ്മുടെ ലൈഫ് അപ്പോൾ പോവുക. അപ്പോൾ അതിൽ നിൽക്കരുത്. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കുക. ദാറ്റ്സ് വാട്ട് ഐ മീൻ. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സൊല്യൂഷൻസ്. ഹൗ ടു സേവ് യുവർ സെൽഫ് ഫ്രം ദീസ് പ്രോബ്ലംസ്. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം സേവ് ചെയ്യാം, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന 5 കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ കാര്യം, ടേക്ക് ഓണർഷിപ്പ് ഓഫ് യുവർ ലൈഫ്. അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കാം. നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ട്രോമാസ്, നിങ്ങളുടെ എൻവയോൺമെൻറ്റ്, ഇതിനൊക്കെ ബ്ലെയിം ചെയ്തിരിക്കുന്നതിന് പകരം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ചേഞ്ച് യുവർ സെൽഫ്. Take ownership of your life. Number 2, build small habits that creates momentum. അതായത് നിങ്ങളുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ വളർത്തിയെടുക്കാം. ഫോർ എക്സാമ്പിൾ, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, ബുക്ക് വായിക്കുക, വർക്കൗട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഇൻകോർപ്പറേറ്റ് ചെയ്യുക ചെറിയ രീതിയിൽ. ആൻഡ് പിന്നീട് അത് പതുക്കെ വലിയ രീതിയിലേക്ക് ഡെവലപ്പ് ആയിക്കോളും. മൂന്നാമത്തെ കാര്യം, സ്റ്റോപ്പ് കൺസ്യൂമിങ് ആൻഡ് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ്. അതായത് ഫുൾ ടൈം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്ന് അൺനെസസറി ആയിട്ടുള്ള കോണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്നതിന് പകരം, ഫുൾ ടൈം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുന്നതിന് പകരം കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് വാല്യൂ. ഓക്കെ, ആൻഡ് നാലാമത്തെ കാര്യം, ക്രിയേറ്റ് യുവർ ഓൺ പുഷ്. അതായത് വേറെ ആൾ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് ചെയ്യടാ എന്ന് പറയുന്നത്, ആ ഒരു മെൻറ്റാലിറ്റി മാറ്റിയിട്ട് നിങ്ങൾക്ക് വർക്കാവുന്ന, നിങ്ങളുടെ ഗോൾസിനെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് ഗ്രോത്ത് ഉണ്ടാക്കി തരാൻ പറ്റുന്ന സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ആ സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്യുക, അതിന് ബിലീവ് ചെയ്യുക. അതായത് മറ്റൊരാളുടെ പുഷ് ഇല്ലാതെ നിങ്ങളെ തന്നെ സ്വയം പുഷ് ചെയ്യാൻ പഠിക്കുക. അഞ്ചാമത്തെ കാര്യം, ഹാവ് എ വിഷൻ. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങളിങ്ങനെ എപ്പോഴും വേറൊരാൾ വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, ജീവിതത്തിൽ നിന്നും കരകയറ്റും എന്നൊന്നും വിശ്വസിച്ചിരിക്കരുത്. നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളെയാണ്, നിങ്ങളുടെ കഴിവിലാണ്. സോ ടേക്ക് എഫേർട്ട്, പുട്ട് ഇൻ ദാറ്റ് എഫേർട്ട്. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് യു ടു ഡു. ഫോളോ യുവർ ഡ്രീംസ്, ഫോളോ യുവർ പാഷൻ, വർക്ക് ഹാർഡ് ഇൻ യുവർ ലൈഫ്. വിന്നേഴ്സ് ഉണ്ടാവുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോഴല്ല, മറിച്ച് ഫെയിലിയേഴ്സും അവഗണനയും പരിഹാസവും ഇതൊക്കെ കിട്ടിയാലും അതിനൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ്, പ്രഷർ ഉണ്ടാകുമ്പോഴാണ് വിന്നേഴ്സ് ബിൽഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.